ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മീൻ പൊള്ളിച്ചിട്ട റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാന്താരി ചേർക്കാം കേട്ടോ, കാന്താരിയാണ് ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് ചേർത്തത്. ആവശ്യത്തിന് നമ്മൾ കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറുനാരങ്ങ നീരോടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ ഹാഫ് പോർഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സ്ക്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുവില്ലാതെ വേണം നമ്മൾ ചേർക്കാൻ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനിലേക്ക് ഇത് നല്ലപോലെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ പുരട്ടിയെടുക്കണം, മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മത്തിയാണ്, മത്തീൻ്റെ മുട്ടയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അതും കൂടി പൊള്ളിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും പൊള്ളിച്ചേർക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. കൈകൊണ്ട് അതിൻ്റെ ഉള്ളിലും നമ്മൾ കരന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഇത് പൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു വാഴയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 4 മത്തി മാത്രമേ ഞാനിവിടെ പൊള്ളിക്കുന്നുള്ളൂ. ഈ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ മീൻ പൊള്ളിച്ചിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ മീൻമുട്ട നമ്മൾ ഇതേപോലെ നിരത്തി അങ്ങ് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്താൽ ഇതേപോലെ നിരത്തി വെക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ മസാലയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊള്ളിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പല രീതിയിൽ പൊള്ളിക്കും, പക്ഷേങ്കിൽ ഈ ഫ്രൈ ചെയ്യാതെ പൊള്ളിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ പൊള്ളിക്കുന്നതായിരിക്കും. എണ്ണ ഒട്ടുമില്ലാതെ പൊള്ളിക്കാൻ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. നമ്മൾ സാധാരണ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് പൊള്ളിക്കുന്ന ആ ഒരു ഇത് നമുക്കറിയാം, രീതി നമുക്കറിയാം. പക്ഷേങ്കിൽ ഒട്ടും എണ്ണയില്ലാതെ പൊള്ളിക്കുന്ന ഒരു രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വാഴയിൽ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഒട്ടും ലീക്കാവില്ല കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാനോ ദോശക്കല്ലോ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് തീയിട്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ കുറച്ച് വെള്ളമാണ് തളിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമാണ് തളിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വാഴയിലയും അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ലിഡ് വെച്ച് കവർ ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വാഴയില ഒന്നുകൂടി വാടിയിട്ട് കാണുന്നില്ലേ. ഇതേപോലെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് പൊള്ളിച്ചെടുത്തു. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കറിയാമല്ലോ മീൻ എത്രത്തോളം വേവുണ്ട് എന്നുള്ളത്. ഒരുപാട് വേവൊന്നുമില്ലാത്തതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ പൊള്ളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ തുറക്കുന്നത് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ല മണമാണ്. കാന്താരി ആണെങ്കിൽ പറയണ്ട, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ മീൻമുട്ടയൊക്കെ നോക്കിയേ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ചോറിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.